ഏത് കൊലകൊമ്പനായാലും തല്ലുന്നല്ലേ ചേച്ചി വീമ്പിളക്കിയത്. തല്ല്. സഹോദരിയുടെ കൈകൊണ്ട് സഹോദരനിട്ട് തന്നെ പൊട്ടിക്കും. തല്ല്. എന്താ എന്താ ഇവിടെ? തല്ലുകൊണ്ടവൻ അതൊന്നും കാര്യാക്കാതെ അവന്റെ വഴിക്ക് പോയി. എന്നിട്ട് നിന്റെ ദേഷ്യം അടങ്ങിയില്ലേ? സ്വന്തം സഹോദരനെ തല്ലുന്നത് കണ്ട സഹോദരിക്ക് കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ടാവും. അമ്മയുടെ മുമ്പിൽ വെച്ച് ബന്ദനേച്ചി മനോജിനെ തല്ലുന്നത് കണ്ട അമ്മയ്ക്ക് ദേഷ്യമൊന്നും തോന്നില്ലേ? പക്ഷാഭേദം ആർക്കും നല്ലതല്ല. പക്ഷാഭേദമൊന്നും ഇല്ല ഹരിതേ. അങ്ങനെ പക്ഷാഭേദം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ജഗനോട് മാപ്പ് പറയായിരുന്നോ? വന്ദനെ, നീ ചെയ്തത് വലിയ തെറ്റായിപ്പോയി. ജഗനെ പോലെ നല്ലൊരു ചെറുപ്പക്കാരൻ ഈ നാട്ടിലുണ്ടാവില്ല. എനിക്കറിയാം ജഗനെ, നമുക്ക് വേണ്ടി ആത്മാർത്ഥമായി പലതും ചെയ്തിട്ടുള്ളവനാ ജഗൻ. പോലീസുകാരിന്ന് കോടതി കയറ്റാതെ നിന്നെ രക്ഷിച്ചതാരാ? ജഗൻ ഇല്ലായിരുന്നെങ്കിൽ നീ ഇപ്പൊ പെരുങ്കള്ളിയായി ടിവിയിലും പത്രത്തിലും ഒക്കെ ന്യൂസ് വന്ന് അകത്ത് കിടക്കേണ്ടി വന്നേനെ. അതിന്റെ ഒരു നന്ദിയെങ്കിലും നിനക്കില്ലാതെ പോയല്ലോ. വലിയ കഷ്ടായി പോയി. നീ പ്രായശ്ചിത്തം ചെയ്യണം. നീ ജഗന്റെ വീട്ടിൽ പോയി അവനോട് പരസ്യമായി മാപ്പ് പറയണം. രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഐക്യം നിലനിർത്താൻ വേണ്ടി നീ അത് നിർബന്ധമായും ചെയ്തിരിക്കണം. നീ എന്തൊന്നും മിണ്ടാത്തെ? മാപ്പ് പറയാനൊന്നും എനിക്ക് കഴിയില്ല. അമ്മ വിചാരിക്കുന്നത് പോലെ അത്രയ്ക്ക് മാന്യനൊന്നുമല്ല ജഗൻ. അവൻ എന്നോട് കാണിച്ചത് എല്ലാ മക്കളോട് ഉള്ളതിനേക്കാൾ കൂടുതൽ സഹതാപവും പരിഗണനയും ഞാൻ നിന്നോട് കാണിച്ചിട്ടുണ്ട്. അവസരം കിട്ടുന്നില്ലല്ലോ. ജഗനങ്ങളെ തല്ലണ്ടായിരുന്നു. അങ്ങള് പാവാ. ഒരു പുരുഷനെ തല്ലിയിട്ട് ഞാനാ ശരിയെന്നുള്ള ഭാവം ചേച്ചിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. കൂടുതൽ ആപത്തുകൾ ക്ഷണിച്ചു വരുത്തരുത്. രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഐക്യം നിലനിർത്താൻ വേണ്ടി നീ അത് നിർബന്ധമായും ചെയ്തിരിക്കണം.
ഇത്രത്തോളം സൽസ്വഭാവം സ്നേഹമുള്ള ഒരു ചെറുപ്പക്കാരനെ ഞാൻ കണ്ടിട്ടില്ല. മോഷണ കുറ്റം ചുമത്തി വന്ദനയെ അറസ്റ്റ് ചെയ്തപ്പോ അവളുടെ ജീവിതം തന്നെ തകർന്നെന്ന് കരുതി തളർന്നുപോയവളല്ലേ ഞാൻ. എന്നിട്ട് പുഷ്പം പോലെ അവളെ രക്ഷിച്ചവനല്ലേ ജഗൻ. കള്ളിയെന്ന ദുഷ്പേര് മാറ്റിയവന്റെ കർണത്തടിക്കാവോ? കർണത്തടിച്ചവളുടെ കൈ അടിച്ചൊടിക്കാൻ കെൽപ്പുള്ളവനാണ് ജഗൻ. ഏത് ശിക്ഷയിൽ നിന്നും തലയൂരാനുള്ള സ്വാധീനമുണ്ട്. എന്നിട്ടും അവൻ കൈയും കെട്ടി നോക്കി നിന്നു. ഇങ്ങനെ ഇരുന്ന് വിഷമിക്കാനല്ലേ എനിക്ക് പറ്റൂ. എടോ അയ്യോ, എന്താ എന്താ ഹരിതേ പ്രശ്നം? 16 യന്ത്രം ഞാൻ പറഞ്ഞ കൂടി പോവും. നോണം കെട്ടവൻ. നീ കാര്യം എന്തെന്ന് പറ ഹരിതേ. എന്റെ സഹോദരൻ അപമാനിക്കപ്പെടാൻ കാരണം നീയല്ലേ? എന്നിട്ടും ഇങ്ങനെ പോത്തിനെ പോലെ കിടന്നുറങ്ങാൻ നിനക്ക് എങ്ങനെ സാധിക്കുന്നു? അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ മനഃപൂർവ്വം വണ്ടി ചരിച്ച് ദിയമോളെ വീഴ്ത്തിയതൊന്നും അല്ല. വണ്ടി ഗട്ടറിൽ വീണ് ചെറുതായി ഒന്ന് ചെരിഞ്ഞു. ദിയമോള് ബലമായി പിടിച്ചിട്ടുണ്ടെന്നല്ലേ ഞാൻ വിചാരിച്ചത്. അവള് മറ്റെന്തോ ആലോചിച്ച് അലക്ഷ്യമായിട്ട് ഇരിക്കുമായിരുന്നു. ഇപ്പൊ ദിയമോൾക്കാണോ കുറ്റം? അങ്ങനെയല്ല, കുറ്റം എന്റെ തന്നെയാ. അതിന് നീ എന്റെ ഉറക്കം കെടുത്തുന്നത് എന്തിനാ ഹരിതേ? സംഭവിച്ചത് സംഭവിച്ചു. എന്റെ ഏട്ടന്റെ കാര്യത്തില് ഒരു തീരുമാനം ഉണ്ടാവാതെ നീ സമാധാനമായിട്ട് ഇങ്ങനെ കിടന്ന് ഉറങ്ങണ്ട. ഗർഭിണിയായ ഭാര്യ ഉറക്കൊളച്ചിരിക്കുമ്പോ നീ ഇപ്പൊ അങ്ങനെ ഉറങ്ങി സുഹിക്കണ്ട. കരുണാകരക്കുറുപ്പിന്റെ മകൻ അങ്ങനെ തരം താഴേണ്ട കാര്യമൊന്നുമില്ല. ജഗനേക്കാൾ മഹത്വമൊന്നും വന്ദനയ്ക്കില്ലെന്ന് വന്ദനയ്ക്കൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അധികാരത്തിലാ നിങ്ങൾ എന്റെ ഏട്ടനെ തല്ലിയത്? എന്റെ അശ്രദ്ധ കൊണ്ടാ വണ്ടി ചരിഞ്ഞതും ദിയമൊക്കെ മുറിവ് പറ്റിയതും. ഇനി മേല എന്റെ മോളെ പുറത്തേക്ക് കൊണ്ടുപോവോ അവളെ കാണുകയോ ചെയ്ത മോളെ എന്താ മോളെ മോളെന്തിനാ കരയുന്നേ? ഒന്നുമില്ല വന്ദനമ്മേ. അങ്ങനെ ഒന്നുമില്ലാതെ മോൾക്ക് അറിയില്ലല്ലോ. മോൾക്ക് എന്താ പറ്റിയേ? ആ പിശക്കാരെ സ്വന്തം കണ്ട് പേടിച്ചതാ. മോള് പേടിക്കണ്ട, അത് സ്വപ്നമല്ലേ. മോൾക്ക് വന്ദനാം ഒരു കഥ പറഞ്ഞുതരാം. കഥ കേട്ടിട്ട് ഉറങ്ങിക്കും. ഒരിടത്തൊരിടത്ത് ഒരു വലിയ കൊട്ടാരം ഉണ്ടായിരുന്നു. വെറും കൊട്ടാരമല്ല, മാണിക്യം പതിച്ചു കൊട്ടാരം. വന്ദനമ്മേ, ആ പിശക്കാർ ഇനിയും വരോ? എന്താ മോളെ ഇങ്ങനെ? അവരിനി വരില്ല. അതൊക്കെ കഴിഞ്ഞല്ലോ. മോൾക്ക് ബാക്കി കഥ കൂടി പറഞ്ഞുതരാം. അത് കേട്ടിട്ട് ഉറങ്ങിക്കും. വേണ്ട,
കഥ കേട്ടാലൊന്നും എനിക്ക് ഉറക്കം വരില്ല. വന്ദനമ്മയ്ക്ക് ഉറക്കം വരാത്ത എന്താ? സമയം ഒരുപാടായി, മോൾ ഉറങ്ങിക്കോ. ജഗനങ്ങള് വെറും പാവല്ലേ വന്ദനമ്മേ? ഉറങ്ങാൻ കണ്ണടയ്ക്കുമ്പോ പിശക്കാര് ദിയമോളെ കണ്ണ് കുത്തി പൊട്ടിക്കാൻ വരുന്ന പോലെ തോന്നും. അപ്പൊ ഞാൻ നെട്ടി ഉണരും. അപ്പോ എന്നെ രക്ഷിക്കാൻ അവിടെ വരുന്ന ജഗനങ്ങളുടെ ചിരിച്ച മുഖം കാണും. അപ്പരാ ദിയമോൾക്ക് പേടി മറന്ന്. വന്ദനമ്മ എന്തിനാ എന്റെ ജഗനങ്ങളെ തല്ലിയത്? പാവല്ലേ ജഗനങ്ങള്? ദിയമോൾക്ക് സങ്കടമായി. മോള് സങ്കടപ്പെടേണ്ട. വന്ദനമ്മയുടെ മടിയില് മോള് കിടന്നുറങ്ങിക്കോ. ബാ. ആരും കഴിക്കുന്നില്ല അനിയ. എനിക്കൊന്നും വേണ്ട. പട്ടിണി ഒരു കാര്യത്തിനും പരിഹാരം ആവില്ല. പ്രണയത്തില് ചില തിരിച്ചടികളൊക്കെ ഉണ്ടാവും, അത് സ്വാഭാവികമല്ലേ? ഏട്ടത്തി ഒരു കൗൺസിലറെ പോലെയാണല്ലോ സംസാരിക്കുന്നത്. ഞാൻ നിനക്ക് കൗൺസിലറിനെ പോലെ ബോധവൽക്കരണം തരികയൊന്നുമല്ല. പ്രണയിക്കുന്ന ആൾക്ക് ക്ഷമിക്കാനും പൊറുക്കാനും ഒക്കെ ഉള്ള മനസ്സുണ്ടാവണം. എല്ലാം ശരിയാവുമെന്ന വിശ്വാസവും. അനിയ വന്ന് ഊണ് കഴിച്ച് കിടന്ന് ഉറങ്ങാൻ നോക്ക്. എനിക്ക് വേണ്ട, ഏട്ടത്തി പൊക്കോളൂ. നിർബന്ധിക്കാനേ എനിക്ക് പറ്റൂ. പ്രശ്നങ്ങൾ സമാധാനത്തോടെ നേരിടണം. അല്ലെങ്കിൽ ഇതുവരെ കൊണ്ടുവന്ന പ്രണയം നഷ്ടപ്പെട്ടു പോകാനും അധിക സമയമൊന്നും വേണ്ട. അനിയന് എന്തോ പ്രശ്നം അലട്ടുന്നുണ്ട്, അത് വിട്ടേക്ക്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും നാളെ പരിഹരിക്കാം. ഞാൻ വന്ദനെ വിളിക്കാം. അയ്യോ, അതൊന്നും വേണ്ട ഏട്ടത്തി, ഞാൻ തന്നെ സംസാരിച്ചോളാം. ശരി, നിന്റെ ഇഷ്ടം പോലെ. വന്ദനെ തല്ലിയെന്ന് ഏട്ടത്തിയോട് എങ്ങനെ പറയും? ദിയമോളുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ട് ആ സമയത്ത് അങ്ങനെ സംഭവിച്ചു പോയതാണ്. എല്ലാവരും അതിനെ ചൊല്ലി ടെൻഷനിലാണ്. എനിക്ക് വന്ദനോട് ഒരു ദേഷ്യമില്ലെന്ന് ഞാൻ എങ്ങനെ അവളെ അറിയിക്കും? ജഗ, അമ്മേ, അമ്മേ, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്ക് ജഗനെ കുറിച്ച് പറയാനുള്ളത്. എനിക്ക് മാത്രം അറിയാവുന്ന ചില സത്യങ്ങളാ. ആരോടും പറയാത്ത കാര്യങ്ങളാ. അത് കേട്ടാ ഒരു പക്ഷെ ജഗനെ ഞാൻ തല്ലിയതില് തെറ്റില്ല എന്ന് നിങ്ങൾ സമ്മതിച്ചേക്കും. സുചിത്രേ,
കറികൾക്ക് തേങ്ങ അമ്മിക്കല്ലിൽ അരച്ച് നീ ബുദ്ധിമുട്ടണ്ട, മിക്സിയിൽ അടിച്ചാൽ മതി. മിക്സിയിലടിക്കുന്നത് അച്ഛന് ഇഷ്ടപ്പെടില്ല. ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളല്ലേ ഇവിടെ നടക്കുന്നത്. ഇനി പ്രത്യേകിച്ച് ആരെയും പ്രീതിപ്പെടുത്തേണ്ട ആവശ്യമില്ല. അമ്മേ, ഏട്ടത്തിക്ക് എന്നോട് ദേഷ്യമായിരിക്കും. ദേഷ്യപ്പെടാനും ഇഷ്ടപ്പെടാനും ഒക്കെ ഞാൻ ആരാ? വന്ദന ജഗനെ തല്ലിയത് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. നിനക്ക് ജഗന്റെ ദോഷങ്ങൾ പലതും പറയാനുണ്ടാകും. പക്ഷേ അതൊക്കെ നിന്റെ ഭാഗങ്ങൾ ന്യായീകരിക്കാൻ വേണ്ടി നീ പറയുന്ന നുണക്കഥകളാണെന്നേ ആരും വിശ്വസിക്കും. ഞാനും അങ്ങനെ തന്നെയാ വിശ്വസിക്കുന്നത്. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഇന്നലെ രാത്രി ഞാൻ വന്നപ്പോൾ വളരെ വൈകി. അതുകൊണ്ടാ നിന്നെ വിളിച്ച് ഞാൻ സംസാരിക്കാത്തത്. എന്താ മോളെ കേൾക്കുന്നത്? നീ ജഗന്റെ ചെകിട്ടത്തടിച്ചെന്നോ? നീ എന്താ ഇങ്ങനെ സംസ്കാരമില്ലാതെ പെരുമാറിയത്? ദിയമോള് വണ്ടിയിൽ നിന്ന് വീണ് പരിക്ക് പറ്റി. നിന്നെപ്പോലെ ദിയമോളുടെ ആത്മബന്ധമുള്ള ഏത് പെണ്ണിനും നല്ല വിഷമം ഉണ്ടാവും, സമ്മതിച്ചു. എന്നുവെച്ച് കാര്യങ്ങളുടെ സത്യാവസ്ഥ അറിയാതെ ഒരാളെ തല്ലുക എന്നൊക്കെ പറഞ്ഞ ജഗനോട് അതിക്രമം കാണിച്ചത് തെറ്റായിപ്പോയി മോളെ. ജഗനെ മനുഷ്യത്വമുള്ളവനാ, ന്യായം മാത്രം നോക്കി പ്രവർത്തിക്കുന്ന ഒരു പരോപകാരിയാ. അവന്റെ ഗുണം കൊണ്ടല്ലേ നീ ഇപ്പൊ ജയിലിൽ പോകാതെ ഇവിടെ വന്ന് നിൽക്കുന്നേ. അതൊന്നും ഓർക്കാതെ നന്ദികേടാണല്ലോ നീ ചെയ്തേ. നിന്നോട് സ്നേഹത്തോടും സഹതാപത്തോടും കൂടി മാത്രമേ ഞാൻ പെരുമാറിയിട്ടുള്ളൂ. എനിക്ക് പോലും നിന്നോട് ഇപ്പൊ ദേഷ്യം തോന്നുവാ. മോളെ, ഈ ലോകത്ത് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ക്ഷമാശീല എന്റെ ഭാര്യ ചന്ദ്രികയാണ്. ജഗന്റെ കാല് പിടിച്ച് നീ മാപ്പ് പറയണമെന്ന് അവൾ ആവശ്യപ്പെട്ടെങ്കിൽ അത് തികച്ചും ന്യായമാണ്. അത് എന്റെ മോള് ചെയ്യണം. എന്നെ തട്ടിക്കൊണ്ടുപോയി അപമാനിക്കാൻ ശ്രമിച്ചവനാണ് ജഗനെന്ന കാര്യം ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെ ന്യായീകരിക്കാൻ ഞാൻ കെട്ടിച്ച കഥയാണെന്നേ ഇവരും വിശ്വസിക്കൂ. എല്ലാ കുരമ്പുകളും ഏറ്റുവാങ്ങി മൗനം പാലിക്കുക, അത് തന്നെയാ ഇനിയും കോമാളിയാവുന്നതിൽ നല്ലത്. നീ ഇന്ന് ഓഫീസിലേക്ക് നേരത്തെ പോവാണോ മോളെ? അല്ല അച്ഛമ്മേ, ചേട്ടനെ എനിക്കൊന്ന് കാണണം. ഞാൻ വീട്ടിലേക്ക് പോവാ. എന്റെ ഏട്ടനോട് എന്റെ ഭർത്താവിന്റെ വീട്ടുകാർ ചെയ്ത തെറ്റിന് എനിക്ക് മാപ്പ് പറയണം. അപമാനിച്ചവർക്ക് കുറ്റബോധമൊന്നും ഉണ്ടാവില്ല, പക്ഷെ എനിക്ക് സങ്കടമുണ്ട്. ഹരിതേ, ഞാൻ പറയുന്നത് എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. അനുജൻ വാ. അച്ഛാ, അച്ഛമ്മേ, ഞങ്ങള് പോയിട്ട് വരാം.